എല്ലാരും മാറ്റിച്ച് വെള്ളിയാഴ്ച കിട്ടിയിട്ട് ഉറങ്ങുന്നത് വായത്താണ്ട് വെട്ടിട്ട് നടക്കണ നീച്ച നീച്ച ചൂടാണ്. ബട്ട് നിങ്ങൾക്ക് ഖത്തറിന് ഓരോരോ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം നമ്മൾ ഓരോ ദിവസമായിട്ട്. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ പുറത്തേക്ക്. അപ്പോ നമ്മളെ പുതിയ അംഗം കൂടി ഉണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല. അപ്പുറത്ത് വേറെ കോമ്പൗണ്ടിലാണ് റൂം, കുറച്ച് അപ്പുറത്തെ റൂം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോ അവന്റെ പേരാണ് ഷാനിൽ. ഓക്കെ, ഞാൻ കണ്ണിക്ക് വയനടിച്ചിട്ട് അതിനെല്ലാം ക്ലാസ് അങ്ങനെ പിടിച്ചേ. ഇതിലുണ്ടാവും, ഇതിലുണ്ടോ? റൈബൻ ഫാമിലിയാ? ഇതിനാണ് എത്ര വരല്ലേ ഒറിജിനൽ റൈബൻ? അനക്കോണോ? നമ്മള് 2022 വേൾഡ് കപ്പില് ഖത്തറിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു. 974 കണ്ടെയ്നർ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റേഡിയമാണ് ആ കാണുന്നത്, കണ്ടെയ്നർ റോഡ് ഉണ്ടാക്കിയ സ്റ്റേഡിയം. അപ്പൊ വണ്ടി വന്നിട്ട് ആ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റേഡിയം. അങ്ങനെ ഞങ്ങൾ എത്തി. ഖത്തറിലെ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. ഖുർആൻ 1325 ഖുർആനാണ്. അന്നത്തെ കളറും കാര്യങ്ങളൊക്കെ ആക്കിയില്ല ഖുർആനാണ്. പറഞ്ഞോട് ഈജിപ്ത് ഓഫ് സൗത്തേൺ ഇറ്റലി ആൾക്കാരെ വിളിച്ചറിയിച്ചിന്. യെസ്, ഇതിലാണ് നങ്കൂരെ വിളിച്ച്. അതെന്താ പറയുക? ഇതിലാണ് അലാവുദ്ദീൻ്റെ പായാണ്. അതിവിടെ എഴുതി വെച്ചിട്ടില്ല. അലാവുദ്ദീൻ പണ്ട് പോയിന്ന പായി. നെക്ലസ് വിത്ത് 3 പെൻഡന്റ്സ് ആൻഡ് ഇയറിംഗ്സ്, മൊറോക്കോ. 12-13 സെഞ്ചുറിയിൽ gems with sapphires, emeralds and rubies with pearls and gold. These gems are represents a beautiful example of Morocco's famous jewelry production. മൊറോക്കോൻ്റെ ഫേമസ് jewelry production ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയിലിടുന്ന വലിയ ചെവിയിലിടുന്ന കൗത്തിലിടുന്ന മാരി ഇത്രയും വലിപ്പമുള്ള സാധനം. എടാ അത് നിസ്കാരപ്പയല ഡിസൈൻ വെച്ചിരിക്കണേ. ഇതേത് പറഞ്ഞു ഇതിലാണ് പണ്ടിട്ട് ചോറിൻ്റെ പാത്രം. ഇതിലാണ് പണ്ട് ചോറുന്നതിന്റെ പാത്രം. ആരൊക്കെ എല്ലാരും അതിങ്ങനെ അടിവിടുക. ആകെ കുറച്ച് ഫുഡ് ഉണ്ടാവുക. അടി വിടുമ്പോൾ പാത്രമൊക്കെ പൊട്ടും. അതാണ് ആകെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചോറുന്നതിന്റെ പാത്രം. ആദ്യകാലത്ത് ഖുറാൻ്റെ മറ്റേ മാനുസ്ക്രിപ്റ്റാണ് ഈ കാണുന്നത്. ഫസ്റ്റ് കാലത്ത് നമ്മൾ പശുവിനെ തൊഴിൽ എന്ത് തൊഴിലാണെന്നറിയില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പോൾ ഖുറാനൊക്കെ നമ്മൾ ഫുൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള വെർഷനല്ല നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് അന്നത്തെ കാലത്ത് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയ ടൈപ്പ് ഖുറാനാണ് ഇത്. പഴയ കാലത്തോ എഴുതിൻ്റെ 7th സെഞ്ചുറിയിൽ. ഓക്കെ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ യൂസുഫ്. ഓക്കെ, അന്നത്തെ കാലത്ത് നോർമലി മറ്റേ പെണ്ണിൽ നമ്മൾ തൂവലൊക്കെ ഉള്ള പിന്നുണ്ടല്ലേ, ആ സാധനം കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഖുറാനാണ്. എത്ര കാലം മുന്നതിൽ എഴുതിക്കണം? 11ാമത്തെ ഫസ്റ്റ് 1ാമത്തെ 2ാമത്തെ ഉമയ്യ പീരീഡിൽ 1-2 സെഞ്ചുറികളുടെ സമയത്ത് പണ്ടത്തെ ആൾക്കാർ തുപ്പണം കോളാമ്പിയൊന്നുമല്ല ആണേ. മോസ്ക് ലാമ്പ് ഈജിപ്തിൽ പഴയ കാലത്ത് പള്ളിക്ക് വെച്ചിരുന്ന
ഈ സാധനത്തിൽ നമ്മളെ ലൈറ്റില്ല തീ മെഴുകുതിരി നമ്മളത് വായിച്ചാൻ പറ്റൂല. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സാധനം അതൊക്കെ അവിടെ കുറെ സാധനങ്ങളാണ്. അതായത് യുദ്ധത്തിന് പോകുമ്പോ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഖുറാനത്. അല്ലട്ടോ കള്ളത്തരം പറഞ്ഞ ആൾക്കാരെ പഠിച്ചാല് നമ്മളെ ആൾക്കാര് നമ്മളത് ഇത്രയും വീഡിയോ കാണുന്ന ആൾക്കാരെ പോലെ നമ്മൾ പഠിച്ചാൽ പറ്റില്ല. സത്യം പറയും. ചെറിയ ഖുറാൻ, ഫസ്റ്റത്തെ ചെറിയ ഖുറാൻ. അതെ പോകേണ്ട കാലത്ത് സ്കൂളിൽ പഠിച്ചത് ഇതൊക്കെ വായിച്ച് മനസ്സിലായി. ഖുറാൻ ഇട്ടേക്കുന്ന ബോക്സും കൂടി മാറ്റോ. ഷാ സുലൈമാൻ അല്ലേ? ഷാ സുലൈമാൻ എനിക്ക് ആളറിയില്ല. ഇതിലെഴുതിയിരുന്ന അങ്ങനെയാണ്. ഇറാനിലെ ഷാ സുലൈമാൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്താണ് പേഴ്സണൽ സീലാണ്. അതിൻ്റെ ഇതിൽ ഒരു പ്രത്യേക തരം ലിപി ഉണ്ട്. അതിൽ ഒരു കാലിഗ്രഫി റൈറ്റിംഗ് ഉണ്ട്. അതിന് നാസ്താലിക് കാലിഗ്രഫി എന്ന് പറയാം. ടൈല് പാത്രമല്ല, ടൈല് ഇറാനിൽ ഉണ്ടാക്കിയ ടൈല്. ഗോൾഡ് കോയിനാണ്. ദിനാറ്, ആദ്യ കാലത്ത് ദിനാറ് ഈസ്റ്റ് പോസിബിളി ഡമസ്കസിൽ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഡമസ്കസിലാണ് ആദ്യ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. 702 CE 702 ഉണ്ടാക്കി ദിനാറ്. ആദ്യകാലത്തെ കൺസിൽത്തണം. ആദ്യകാലത്തെ ദിനാറ് പറഞ്ഞൊരു കാട്ടോ സൂം ചെയ്ത് കൺസിൽത്തണം. ലോകത്തിലെ ഏറ്റവും വലിയ മുസല്ലയാണല്ലോ ടോം സ്റ്റോൺ ഇറാൻ. സിക്കാന്ന് പറയുന്നില്ല, നമ്മളെ കഴുകുമ്പത്തെ വാതിലിൻ്റെ ഒരു വാതിൽ നോക്കുന്ന ഒരു പ്രത്യേകതരം ഇതുണ്ടല്ലോ, ക്ലോത്ത് ഉണ്ടല്ലോ, ഒരു കില്ലാന്ന് പറയില്ല, അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ സിൽക്കാണ്, റെഡ് സിൽക്ക്. ഈ രണ്ടാമത്തെ ഫ്ലോറിൽ ബിഗിനിങ്സ് ആൻഡ് സ്പ്രെഡ് ഓഫ് ഇസ്ലാം എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ തുടക്കങ്ങളും പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലെ ആളുകളുടെ സ്പ്രെഡ് ആയത്. ഇവര് പണ്ടത്തെ ആൾക്കാർ എടുത്തച്ചിൻ്റെ എന്താ പറയുക കൂട്ടിയാണത് പാത്രങ്ങളൊക്കെയാണ്. ഞാൻ ചോറിന് പാത്രം, മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ എടുത്തത്. എനിക്ക് വായിച്ചോ, വായിച്ചവർ വേറെ എന്തെങ്കിലും കേട്ടോ പറയാതെ വേണ്ട. പിന്നെ വെറ്റിലെടുത്തങ്ങനെ പാത്രമാണ് പണ്ടത്തെ വഞ്ചിമാരൊക്കെ എടുത്തിരിക്കുന്ന പാത്രം, അതായത് വെറ്റില കാര്യങ്ങളൊക്കെ. അതാണ് അതിൽ സ്വർണ്ണത്തൊക്കെ പറ്റുന്നത് എടുത്തത്. കാരണം അവർക്ക് നല്ല പൈസ ഉണ്ട്. പഴയ കാലത്ത് പെണ്ണില്ലേ, കോമഡി നടക്കും. ഇത് പെണ്ണിട്ടിന് മറ്റേ ബോക്സ്, ഇതാണ് മറ്റേ നമ്മൾ പറഞ്ഞ സാധനം, ആൾക്കാരെ ദൂരത്തുനിന്ന് ഓടിക്കുന്ന സാധനം. ഇതിലെന്താ വെച്ചാൽ മറ്റേ സിലിണ്ടർ ബോക്സ് ഒന്നും പറയാം. എന്ന് വെച്ചാൽ ഇതുണ്ടാവും, ഗ്യാസൊക്കെ ഉണ്ടാകുന്ന ഇടയ്ക്ക് കത്തിക്കാനൊക്കെ പറ്റും. കുറേ ദൂരത്തേക്ക് ഇങ്ങനെ കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ വെറ്റിലിട്ടൊക്കെ പറ്റും. പിന്നെ ഇവനൊന്ന് ശ്രദ്ധിക്കണം, അവനെ ശ്രദ്ധിക്കാൻ നോക്കാം. ഫുള്ള് കോളാം കേട്ടോ. നമുക്ക് നാളത്തേക്ക് പോയി കോളമില്ലേ, ലേറ്റാണ്. അത് നോക്കി കണ്ട കോളാമ്പിലൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ പറഞ്ഞേ, അതിൻ്റെ ഉള്ളിൽ മറ്റുള്ള സാധനം അയ്യൂബി കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ട് ഇസ്ലാമിക കഥകളിൽ കിട്ടില്ലേ, എന്നുവെച്ചാൽ കുറേ കച്ചവടക്കാർ മറ്റേ സിറിയയിലേക്കും ഡമസ്കസിലേക്കും പിന്നെ ഷാമക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ ഈ കച്ചവടക്കാർ വരുന്ന സമയത്ത് ഒരു കച്ചവടം ചെയ്യുന്ന ഓരോ സാധനങ്ങളാണ്. അതായത് ഇത്രയും ക്വാളിറ്റി ആയിട്ട് ഒരു ഉണ്ടാക്കുന്ന സാധനം. അന്നത്തെ കാലത്ത് നോക്കിയാൽ നമ്മളവിടെ ആണെങ്കിൽ ഇപ്പോൾ അതിൽ ചിക്കൻ കറി കോഴിക്കറിയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ
ഇന്ന് പെർഫ്യൂം കാര്യം കാര്യം സാധനമില്ല അതൊന്നും കാണോ അത് സംഭവിച്ചു കുറേ ദൂരത്താണ് അതെല്ലാവരും പാടി കൂടുമ്പോൾ ഇത് ഓണത്തിന് അട്ടപ്പൂക്കൾ ഇല്ല നിലവിലില്ല പോരി. പക്ഷെ പഴയ കാലത്തെ അമ്പരാജ്യം അതാണ് കാണുന്നത്, അല്ലാതെ വേറെ ഒന്നല്ല കാരണം അന്ന് തോന്നുന്നുണ്ട്. ലൈറ്റ് എത്തി പള്ളിൻ്റെ മുന്നിൽ പഴയ കാലത്ത് ലൈറ്റ് എത്തിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇതിലൊക്കെ നമ്മളെ നോർമൽ തീയ കത്തിക്കുക മെഴുകുതിരി മാതിരി ഉണ്ടോ. നമുക്ക് അതാണ് ആ പള്ളീൻ്റെ ഫോട്ടോ കാണിച്ചാണ്. ഇങ്ങനെ പള്ളീൻ്റെ തുമ്പ ഇങ്ങനെ തൂക്കിട്ടിരുന്ന സാധനമാണ് ഇത്. അതേമാതിരി വലിയ പഴയ ഇതിലുണ്ടല്ലോ വലിയ മെഴുകുതിരി, ഇതിലുള്ള വലിയ മെഴുകുതിരി വെക്കുക. ഓട്ടോമൻ കാലത്തെ പെന്നിട്ടേക്കണം തൂവലിൻ്റെ പെന്നാണ് അന്ന് ഉണ്ടാക്കി വെച്ച പേൻ്റെ ബോക്സാണിത്. ഇപ്പോഴത്തെ കാലത്ത് പേന ആദ്യം തരണോ, ഇതാദ്യം ബോക്സ് ആകുമ്പോൾ എന്ത് വേണം അത് ഫുള്ള് വീടാണ്. ദ ആർട്ട് ഓഫ് ലിവിങ് ഇൻ ഡമസ്കസിൽ താമസിച്ചിരുന്നവരുടെ എങ്ങനെയാണ് അവരുടെ താമസം. ഈ ഗൾഫ് അറബ് രാജ്യങ്ങളിലൊക്കെ മിക്കവാറും ഈ മജ്ലിസുകളിലൊക്കെ ആൾക്കാരിരിക്കുക. ഇതുപോലത്തെ മജ്ലിസുകളിൽ ആൾക്കാരിരിക്കും, പരിപാടിയും കാര്യങ്ങളൊക്കെ. എന്തോ ഡ്രസ്സ് കണ്ടാ ബൂട്ട്, ഇതാണ് രാജകുമാരിൻ്റെ ബൂട്ട്. ഇത് വായിച്ചോട്ടെ. തുർക്കി ഇസ്താംബുൾ ഓട്ടോമൻ കാലഘട്ടത്തിലുള്ള സാധനം കേട്ടോ. എംബ്രോയിഡറി ഫുള്ള് സിൽക്കാണ് വിത്ത് മെറ്റൽ ത്രെഡ്സ് ആൻഡ് ലെതർ. അന്നത്തെ കാലത്തെ ഡ്രസ്സാണ് അതൊക്കെ. അന്നത്തെ കാലത്ത് എന്താ ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് ചെറിയൊരു സാധനങ്ങൾ നല്ല പൈസ ഉണ്ടെങ്കിൽ പഴയ കാലത്ത് സ്പൂൺ കളിച്ചാ പഴയ കാലത്തെ ട്രെൻഡാണ്. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ട്രെൻഡ് അത്രയും. സ്പൂണ് വേണം. സ്പൂണ് ഏത് തരം സ്പൂണാണ്? പേഴ്സ് ക്ലോക്കുണ്ട്. അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കിയാണ്. അതെ അപ്പുറത്തൊരു വാക്കി ടോക്കി ഉണ്ട്, അതെന്തിനാന്ന് മനസ്സിലായില്ല. ഈ അടിപൊളി സാധനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് പണ്ടത്തെ കാലത്തില് ഇത്രയും വലിയ സാധനത്തിലൊക്കെ സ്മോക്ക് ചെയ്യും. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വലിപ്പം കൂടുതലല്ല. അതെന്താ വെച്ചാല് ഇനി നമ്മൾ കാണാൻ പോണത് അതാണ് വാളാണ്. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വാളാണ്. അതൊക്കെ പണ്ട് ആൾക്കാർ യുദ്ധം ചെയ്യാൻ പോയി അറിയോ. പിന്നെ ഇപ്പോൾ ഇറാൻ